വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വ്ളോഗായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ നാട്ടിലോട്ട് വന്നിട്ടുള്ളത് ഒരു വലിയ കാര്യം ചെയ്യാനാണ്. എനിക്ക് ഈ ഒരു കാര്യം ഒരിക്കലും മിസ് ചെയ്യണ്ടെന്നുള്ളതൊക്കെ കുറച്ച് പേർക്ക് ഗസ് ചെയ്ത് തരുന്നത് ഇൻ്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻ്റർവ്യൂ നമ്മൾ വന്നപ്പോൾ അറ്റൻഡ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ അതല്ല, നമ്മളിന്ന് എല്ലാവരും കൂടെ എൻ്റെ വെല്ലച്ചൻ്റെ 84ാം പിറന്നാൾ നമ്മൾ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. പിറന്നാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായം 84 എന്നാണ് പറയുന്നത്. അതിൻ്റെ ബാക്കിലെ സയൻസും മാത്സും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ, ഞാൻ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനാണെങ്കിൽ എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് വെല്ലച്ചൻ. അപ്പോൾ എനിക്കിത് ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് ഇന്ന് വെല്ലച്ചൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ഫാമിലിയുടെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ഇപ്പോഴുള്ള ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടുള്ള ഒരാളാണ് വെല്ലച്ചൻ. വെല്ലച്ചൻ സ്വയമായി പഠിച്ചിട്ടും മക്കളെ പഠിപ്പിച്ചിട്ടും അതേപോലെ തന്നെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ പഠിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ വെല്ലച്ചൻ്റെ ഒരു കാര്യം ഒരു സമയത്തും കാര്യമായി സെലിബ്രേറ്റ് ചെയ്യാൻ വെല്ലച്ചനൊരു സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ 84ാം പിറന്നാൾ വരെ വെല്ലച്ചന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെല്ലച്ചൻ്റെ ഒരു സെലിബ്രേഷൻ കാര്യമായിട്ട് കൊണ്ടാടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെലിബ്രേഷൻ നമ്മൾ മാറ്റി വെക്കണോ? ഇപ്പം നമ്മുടെ ചുറ്റും കുറേ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് നടന്നു കഴിഞ്ഞപ്പോൾ ഇത് ചെറുതായി മാറ്റി വെക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം എടുത്തൊരു തീരുമാനമായിരുന്നു, ഇത് മാറ്റുന്നത് ഒട്ടും വെല്ലച്ചനോട് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് അല്ല. 84 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് പുള്ളിയുടെ ലൈഫിൽ ഒരു കിഡ്ലൻ സെലിബ്രേഷൻ ഉണ്ടാവാൻ വേണ്ടി പോണേ. ആൻഡ് വെല്ലച്ചൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ഇതിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും എത്ര എക്സൈറ്റഡ് ആണോ അതിനേക്കാൾ ഒരു 20-30% എക്സ്ട്രാ വെല്ലച്ചൻ ഇതിൽ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ഞാനും ക്യാമറ ബാക്കിൽ നിൽക്കുന്ന അപർണയും ഒക്കെ ആർഭാടകരമായി ഒരുങ്ങി നിൽക്കുന്നത് വെല്ലച്ചൻ്റെ 84ാം പിറന്നാൾ കാര്യമായി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളാഞ്ചേരി കണ്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു 84ാം പിറന്നാളായിരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്, അറിയില്ല. എന്തായാലും നമ്മൾ റെഡിയായി ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു രൂപത്തിലെത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ട് തിരിച്ചു വരും. എനിക്കിത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സാരി ആണെങ്കിലും ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. ഇത്രയൊക്കെ തന്നെ എത്തിപ്പെടാൻ പറ്റുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം കാരണം തോന്നുന്നു വീഡിയോ എടുത്തിട്ട് നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് കുറേ കുരുള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് ഓവർ മേക്കപ്പ് ഉള്ളത് പോലെ. പക്ഷെ നേരിട്ട് കാണാൻ അങ്ങനെയല്ല കേട്ടോ. നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ എത്തിയെന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ട് തിരിച്ചു വരും. അതിനുശേഷം നമുക്ക് നേരെ പറക്കാട്ട് കൺവെൻഷൻ സെൻറ്ററിലോട്ട് പോകാം. വെല്ലച്ചൻ്റെ 84ാം പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി കാര്യങ്ങളും ബാക്കി എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടുന്ന് വന്നത്, അല്ലാതെ ഇൻ്റർവ്യൂസിനല്ല. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം കുറേ കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. സമയം രാവിലെ 5 മണി. ഏകദേശം ഒരു 5:15, 5:30 ആകുമ്പോഴാണ് നമ്മുടെ ഫുൾ ടീം എത്തുക കേട്ടോ. അവരവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലപ്പുറത്ത് തന്നെയുള്ള ആൾക്കാരാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ തന്നെയാണ് ഞാനിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഞാനും അൻഷിതയും കുറച്ച് കാലമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് വർക്ക് ചെയ്താലോ. എന്നെ ആണെങ്കിൽ കല്യാണത്തിന് ശേഷം ആരും അങ്ങനെ റെഡിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കും ഒരാഗ്രഹം, അൻഷിതയ്ക്കും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാനും ഒരാഗ്രഹം. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മളിന്ന് മേക്കപ്പ് ഇങ്ങനെ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഡിസിഷനായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഫുൾ ടൈം ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നോട് അൻഷിത് ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, ഒരു 5 മിനിറ്റ് ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. എന്തായാലും എനിക്ക് ആ ഒരു ടൈം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും കുറേ വർത്തമാനം പറഞ്ഞ് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ബൈ പ്രൊഫഷൻ അൻഷിത ഒരു ഫാർമസിസ്റ്റാണ് കേട്ടോ. പക്ഷേ മേക്കപ്പിനോടുള്ള താല്പര്യം കാരണം കോഴ്സുകളെല്ലാം പഠിച്ചിട്ടാണ് അൻഷിത ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കംഫർട്ടബിളായിട്ട് ലെൻസ് വെച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് എപ്പോഴും ഒരു പേടിയാണ്, എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ഇനി വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ആ കളറ് ഞാൻ നോക്കുന്നിടത്തൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് വളരെയധികം കംഫർട്ടബിളായി 2-3 തവണ ലെൻസ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഞാൻ ഈ ഒരു തവണ ലെൻസ് വെച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്തവണയാണ് അതൊന്ന് ചെയ്യാനായിട്ട് പറ്റിയത്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് കേട്ടോ ഹർഷാനയാണ് സാരി ഡ്രേപ്പിസ്റ്റ്. പുള്ളി ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് സാരി നല്ല അടിപൊളിയായിട്ട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അൻഷിതയുടെയും ഹർഷാനയുടെയും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും.
ഞാൻ രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ടേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഉറക്കം. അങ്ങനെ ഫൈനലി എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് എന്നൊരാൾ ഇരുത്തി ഇങ്ങനെ മേക്കപ്പ് ചെയ്യണേ. നമ്മൾ കുറച്ചധികം കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. നമുക്ക് ഒരുമിച്ചൊന്ന് വർക്ക് ചെയ്യണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2021-22 സമയത്തായിരിക്കുമല്ലേ അന്ന് തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പോഴാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്തവണ സംസാരിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മില ഉണ്ടല്ലോ, എൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ മില യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി രാവിലെ 4:30 എണീറ്റ് ഇത്ര യാത്ര ചെയ്ത് വരികയാണ്. ഇതൊന്നും ഒരു തമാശയല്ലാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആ ഒരു ലൈറ്റും പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു മസ്കാരയും ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തായിരുന്നു. ഇതൊന്നും കൂടെ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മള് വർക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും അടിപൊളി. ഇവിടെ അവരുടെ ഒപ്പം വേണ്ടിയിട്ട് ഇത് സാരി ഡ്രൈപ്പിസ്റ്റ് ആണ്, ഇത് അസിസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ വർത്താനം പറഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോൾ പകുതി ലിപ്സ്റ്റിക് എൻ്റെ പല്ലിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ നോക്കി അറിയാം, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടേ. എത്ര നമ്മൾ സ്വയം വാരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അമ്മ തരുന്ന ഭക്ഷണത്തിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി നമ്മളിതേ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് പോവുകയാണ്. രോഹിത് ഇപ്പോൾ നാട്ടിലുണ്ട് കേട്ടോ. രോഹിത് ഇപ്പോൾ കുറച്ച് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നാട്ടിലാണുള്ളത്. പല്ലിൻ്റെ പരസ്യം പോലെ. ഓക്കെ, ഞാനേ ആദ്യമായിട്ടാണ് ലെൻസ് വെക്കുന്നത് ജീവിതത്തിൽ. ഇതുവരെ ഞാൻ ലെൻസ് വെച്ചിട്ടില്ല. ഞാൻ 1-2 തവണ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് പുള്ളി താത്തയ്ക്ക് വന്നില്ലെങ്കിലോ എന്നുള്ളത്. ഇന്ന് ഞാൻ വെക്കാനുള്ള കാരണം അവരെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തോന്നുന്നു. അപ്പം അതിൻ്റെ മുകൊണ്ടാണ് വെച്ചിട്ടില്ല. ഇപ്പം മേക്കപ്പ് കാണാൻ കുറച്ചും കൂടി അടിപൊളിയായിട്ടില്ല. ഇങ്ങനെയാണ് ശരിക്കും കാണാൻ കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ട പോലെയല്ല ശരിക്കും കാണാൻ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കൺവെൻഷണൽ സെൻറ്റർ വരുന്നത്. ഏകദേശം ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ. കാവുംപുറം എന്ന് പറയും. വെല്ലച്ചനും അച്ഛനും മേമ്മമാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരുമാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഇവിടെ എത്തുന്നത്. പക്ഷെ നമ്മൾ ലേറ്റ് ഒന്നും ആയിട്ടില്ല. വെല്ലച്ചൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വെല്ലച്ചൻ ഡ്രസ്സെല്ലാം ഇന്നലെ തന്നെ പ്രോപ്പറായി എടുത്ത് വെച്ച് എനിക്ക് തോന്നുന്നു പുള്ളി ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ ഒരു പരിപാടി നമ്മളെല്ലാവരും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്ത് കഴിയുമ്പോഴും വെല്ലച്ചൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വെല്ലച്ചൻ. ഞാൻ പല സ്ഥലങ്ങളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ലൈഫിൽ എനിക്ക് പ്രയോറിറ്റി നമ്പർ 1 വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. അമ്മയും അമ്മയ്ക്ക് 2 അനിയത്തിമാരാണ്. പിന്നെ എല്ലാവരുടെയും ഫാമിലിയും കൂടി ചേർന്നതാണ് നമ്മുടെ ഈ ഒരു ചെറിയ കുടുംബം. ഈ ഒരു പരിപാടിക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫെബിനോറ എന്ന് പറയുന്നൊരു ടീമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇവരുടെ ഒപ്പം എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യണമെന്ന് തോന്നാൻ കാരണം ഇവർ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ ഇവൻറ്റ്സും ചെയ്യുന്നത്. അതായത് നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരു പരിപാടി ചെയ്യുമ്പോൾ, പരിപാടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് വേസ്റ്റ് എല്ലാം നമ്മൾ നമ്മുടെ നേച്ചറിലോട്ടിട്ട് നമ്മുടെ നേച്ചറിന് ഒരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിലാണ് കംപ്ലീറ്റ് ഇവൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഡെക്കറേഷന് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ റീപ്ലേസ് ചെയ്തിട്ട് എല്ലാവർക്കും ക്ലോത്തിൻ്റെ ചെറിയൊരു ടവലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെക്കറേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ത്രൂ ഔട്ട് ഡെക്കറേഷൻ എല്ലാ സ്ഥലങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്ത് നമ്മൾ അവസാനം അത് വേറൊരാൾ ഉപദ്രവിക്കുന്ന രീതിയിലാവരുതല്ലോ. കാരണം നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ മൊത്തത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ഡെക്കറേഷന് വേണ്ടി മുളയും പിന്നെ പുളിയുടെ കൊമ്പില്ലേ അതും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്നൊരു എൻട്രി ചെയ്തെടുത്തിട്ടുള്ളത്. 10 മണി തൊട്ട് 2 മണി വരെയായിരുന്നു നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സമയം ഒരു 9:30-9:45 ആയപ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് കസിൻസിനെയൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയ മക്കളാവുമ്പോൾ കണ്ടതാണ്. ഞാൻ ആദ്യം നാട്ടിൽ വന്ന സമയത്ത് കൊറോണ ടൈം ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ വന്നപ്പോഴും അമ്മമ്മയ്ക്ക് ചെറിയ വയ്യായും പിന്നെ വിഷ്ണുവിൻ്റെ അമ്മയുടെ സർജറി കാരണവും ഒക്കെ ഭയങ്കര ബിസിയായിരുന്നു. അപ്പോഴും എനിക്ക് എല്ലാ റിലേറ്റീവ്സിനെയും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 5 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ പല കസിൻസിനെയും കാണുന്നത്. എല്ലാവരും ഭയങ്കര വലിയ ചെക്കന്മാരായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിട്ടുണ്ട്. ആളുകളെല്ലാവരും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. നമ്മളധികം ഷുഗറും കാര്യങ്ങളൊന്നും ഇൻവോൾവ് ചെയ്യാതെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബർത്ത്ഡേ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെബിനോർ തന്നെയായിരുന്നു കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് വെല്ലച്ചനാണ്. ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് വെല്ലച്ചനോട് പറഞ്ഞപ്പോൾ തന്നെ വെല്ലച്ചൻ ഏറ്റവും വലിയ ആവശ്യം വെല്ലച്ചനെ കാണേണ്ട എല്ലാ ആൾക്കാരും ഈ ഒരു പരിപാടിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. സ്റ്റുഡൻസ് ആയിട്ടാണെങ്കിലും ക്ലാസ്മേറ്റ്സ് ആയിട്ടാണെങ്കിലും ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരായിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ളൊരു പരിപാടി ആവണം എന്നായിരുന്നു വെല്ലച്ചൻ്റെ ആഗ്രഹം. അതേപോലെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു ഈ ഒരു ഹാളിൽ. ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപർണയും വെല്ലച്ചനും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഫ്രെയിം. എനിക്കിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ നിന്ന ഒരു ഫ്രെയിമായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചുമ്മാ എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഫ്രെയിം അല്ലേ. ഞാൻ കുറച്ച് നേരം ഇത് നോക്കിയിരുന്നു. അങ്ങനെ നമ്മളിതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ കയറി. ഇവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ രോഹിത്തിനെ കാണാനില്ല. അപ്പം ഞാനവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലെത്തിക്കുന്നു. വെല്ലച്ചനും അമ്മയും അമ്മയുടെ സിസ്റ്റേഴ്സും എൻ്റെ അച്ഛനും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികളെ ഒന്ന് അനുമോദിക്കണമെന്ന് വെല്ലച്ചനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി രോഹിത്ത് പോയൊരു ഗ്യാപ്പിലായി ഈ ഒരു കേക്ക് കട്ടിങ്. പക്ഷെ പുള്ളിക്ക് അതുകൊണ്ട് വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല കേട്ടോ. പുള്ളിക്ക് ഇങ്ങനെ സ്റ്റേജിലോട്ട് വരിക, കുറേ ആൾക്കാരോട് ഒരുമിച്ച് സംസാരിക്കുക എന്നുള്ളതെന്നൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ഒരാളാണ് പൊതുവേ രോഹിത്ത്. അപ്പോൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്തു. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്ത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാർട്ടി ഗ്രാൻഡായിട്ട് വെല്ലച്ചൻ്റെ ഈ ഒരു ഫ്രൂട്ട് കേക്ക് നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം വെല്ലച്ചനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ വെല്ലച്ചൻ്റെ സ്റ്റുഡൻസും അതേപോലെ ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരും ഒക്കെ അതേ ഇവിടെ സ്റ്റേജിൽ വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഞാനൊന്നും കേട്ടിട്ടില്ലാത്ത വെല്ലച്ചൻ കുറേ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിലൊന്നും ഇല്ലാത്ത ഒരുപാട് കഥകൾ ഇവിടെ സ്റ്റേജിൽ ഓരോ ആൾക്കാർ വന്നിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ശരത്തിനെ. എൻ്റെ കല്യാണം കവർ ചെയ്തിട്ടുള്ളത് ശരത്തായിരുന്നു. എനിക്ക് വേണ്ട എല്ലാ രീതിയിലും ഒരുപാട് തവണ വീഡിയോ എടുത്ത് എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിർബന്ധങ്ങളുണ്ടായിരുന്നു വീഡിയോഗ്രാഫിക്ക് വരുമ്പോൾ കേട്ടോ. അപ്പോൾ അതെല്ലാം എനിക്ക് വേണ്ട രീതിയിൽ എടുത്തു തന്നത് ശരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും ആഗ്രഹമുള്ളൊരു ഫംഗ്ഷൻ ഞാൻ ചെയ്തപ്പോൾ ശരത്തിനെ തന്നെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരത്തിനൊരു വെഡ്ഡിങ് കമ്പനി ഉണ്ട്, ക്ലാബ്സ് വെഡ്ഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശരത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വെഡ്ഡിങ്ങിനൊക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർമ്മകളൊക്കെ നമ്മൾ പങ്കുവെച്ചതിന് ശേഷം 10ാം ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ A+ കിട്ടിയവർക്ക് വെല്ലച്ചൻ ചെറിയൊരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ വിഷ്ണുവിൻ്റെ പേരൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമായപ്പോഴേക്ക് അത്യാവശ്യം നല്ല റഷായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരെ ഒന്ന് സ്റ്റേജിൽ കൊണ്ടുപോയി വെല്ലച്ചൻ്റെ അടുത്ത് എത്തിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ നേരം എനിക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇതിൽ ഏറ്റവും വെല്ലച്ചന് ഹാപ്പി ആയിട്ടുള്ള കാര്യം അത് തന്നെയായിരുന്നു. എല്ലാ ആൾക്കാരും വന്നു എന്നുള്ളത്. ഇതൊരു ചൊവ്വാഴ്ചയായിരുന്നു ഈ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഹോളിഡേ ആയിരുന്നു. പക്ഷേ എന്നാലും ദൂരത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു പരിപാടിക്ക് വേണ്ടി വന്നു. നല്ല നല്ല രസമുള്ള ഒരുപാട് നല്ല ഓർമ്മകളടങ്ങുന്ന ചിത്രങ്ങളും സമ്മാനങ്ങളും ഒക്കെ വെല്ലച്ചന് ഗിഫ്റ്റായിട്ട് കിട്ടി. ഭയങ്കര ഹാപ്പിയായിരുന്നു വെല്ലച്ചൻ ആ ഒരു ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്ക്. അത് മാത്രമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം കേട്ടോ. ആൻഡ് അതിൽ നമുക്കെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ടടാൻ, ഇത് നോക്കൂ ആരാ വന്നിട്ടുള്ളതെന്ന്. ദീപചേച്ചിയും തിബിൻ ചേട്ടനും ശിവും നാട്ടിൽ വന്നിട്ട് ദീപചേച്ചിനെ മീറ്റ് ചെയ്തതെന്ന് നിങ്ങൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ അന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീപചേച്ചി മാത്രമല്ല കേട്ടോ, രമ്യ ചേച്ചിയും വിനോദേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷന്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇവർ ആംസ്റ്റർഡാമിൽ വന്നപ്പോൾ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അവർക്ക് കുറച്ചധികം വർത്തമാനം പറയാനായി. ഈ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ വെല്ലച്ചൻ്റെ അടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെല്ലച്ചൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെല്ലച്ചന് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നുള്ളത്. അതിൽ വെല്ലച്ചൻ ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ പറഞ്ഞൊരു കാര്യം വെല്ലച്ചൻ്റെ 3 മക്കളും ജോലിക്കാരാണെന്നുള്ളതിലാണ് വെല്ലച്ചന് ഏറ്റവും വലിയ സന്തോഷം എന്ന്. വെല്ലച്ചൻ ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞു വരുമ്പോഴും ഓരോരോ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു വരുമ്പോഴും വെല്ലച്ചൻ പറയാറുള്ളൊരു കാര്യമാണ് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു 3 പേരെയും പഠിപ്പിച്ച് ജോലിയാക്കാനായിട്ടുള്ളത് എന്നുള്ളത്. കാരണം വെല്ലച്ചൻ മാത്രമായിരുന്നു ആ ഒരു ഫാമിലിയിൽ ഏർണിംഗ് ആയിട്ടുള്ള ഒരാൾ. അപ്പം 3 പേരും പെൺമക്കളാവുമ്പോൾ പൊതുവേ ആ ഒരു സമയത്ത് നമുക്ക് കല്യാണം കഴിപ്പിക്കണം അങ്ങനത്തെ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കുമല്ലോ. കുറേ കൊല്ലങ്ങൾ മുന്നേ അല്ലേ. പക്ഷെ എന്നാലും അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവർ 3 പേരും വെല്ലച്ചൻ പഠിച്ച് അത്രയെങ്കിലും പഠിക്കണം, അതിനുശേഷം അവർക്കൊരു ജോലി വേണം എന്നുള്ളതാണ്. പക്ഷേ അന്ന് അതൊക്കെ ചെയ്തെങ്കിലും ഇന്ന് ഒരു എന്താ പറയുക, വെല്ലച്ചൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം ഇവർ 3 പേർക്കും ജോലി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
ഇതും ഒരു ഹാപ്പി ഫ്രെയിമാണ് കേട്ടോ. നമ്മൾ 6 പേരാണ് പേരക്കുട്ടികൾ. ഇതിൽ ഏറ്റവും മൂത്ത ആൾ ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് വെല്ലച്ചൻ്റെയും അമ്മമ്മയുടെയും ഒപ്പം ഒരുപാട് സമയം ചെറുപ്പകാലങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകളും എനിക്കതിലുണ്ട് കേട്ടോ. അമ്മയും അച്ഛനും വർക്കിംഗ് ആയിരുന്നല്ലോ, 2 പേരും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ലീവൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ അതുകൊണ്ട് ഫുൾ നോക്കി വലുതാക്കി വളർത്തിയിട്ടുള്ളത് അമ്മമ്മയും വെല്ലച്ചനും തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പമുള്ളതിനേക്കാളും ഒരുപാട് മെമ്മറീസ് എനിക്ക് കൂടുതലുള്ളത് വെല്ലച്ചൻ്റെയും അമ്മമ്മയുടെയും ഒപ്പമാണ്. പരിപാടി എല്ലാം തീർന്ന് വിളിച്ച എല്ലാ ആൾക്കാരും വന്നു പോയതിനു ശേഷമാണ് നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടെ വന്നൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായത്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെബിനോറ ടീമിൻ്റെ ഒപ്പമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മളൊരു ഇവൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ ഒട്ടും തന്നെ നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അത് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഈ ഫ്ലവേഴ്സ് എല്ലാം ക്ലോത്തിൻ്റെയാണ് കേട്ടോ. പിന്നെ ആ കാണുന്ന കമ്പുകളെല്ലാം ഉണക്ക കമ്പുകളാണ്. അതായത് ഈ പുളിയുടെ കമ്പുകൾ വെച്ചിട്ടാണ് അവർ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. ഫെബിനോറയുടെ ഫൗണ്ടർ ഫെബിൻ അല്ലെങ്കിൽ ഫെബിൻത, പുള്ളിക്കാരി ഒരു ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിനോടുള്ള താല്പര്യം കാരണം ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഞാൻ വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ മതി എനിക്ക് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സിമ്പിളായ രീതിയിൽ ചെയ്തത്. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെല്ലച്ചൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ ചെറിയ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വെറുതെ ഇങ്ങനെ അറിയാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാനും പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നല്ലൊരു കലാപരിപാടി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെൻ്റെ കസിൻസാണ്. പരിപാടി തുടങ്ങിയപ്പോൾ ഇവർ ലിഫ്റ്റിൽ സ്റ്റക്കായതാണ്. പിന്നെ അവർ ഇറങ്ങുന്നത് പരിപാടി കഴിഞ്ഞപ്പോഴാണ്. ആകെ ഒരു 10 സ്റ്റെപ്പാണ് കയറാനുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഹാളിലോട്ട്, അതായത് ഓഡിറ്റോറിയത്തിലോട്ട്. പക്ഷെ അതിന് വേണ്ടി അവർ ലിഫ്റ്റ് കയറി ഏകദേശം ഒരു 2 മണിക്കൂർ ലിഫ്റ്റിൽ കിടന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു എന്നുള്ളതാണ് അഖിൽ പറഞ്ഞത്. നേരത്തെ നിങ്ങൾ കണ്ടത് നമ്മുടെ ചെറിയൊരു കുടുംബമായിരുന്നു കേട്ടോ. ഇത് വെല്ലച്ചൻ്റെ സൈഡിലോട്ടുള്ള വെല്ലച്ചൻ്റെ അനിയന്മാരും നമ്മളെല്ലാ ഫാമിലിയും കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ പടിഞ്ഞാറേക്കളം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഫാമിലിയാണ്. ഓരോരോ ഫ്രെയിമിലും എനിക്ക് അമ്മമ്മേനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ വിഷമമുള്ള കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇപ്പോൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നടുവേദനയൊക്കെ ആയിട്ട്. അതുകൊണ്ട് അമ്മമ്മയ്ക്ക് വരാൻ പോലും ഈ ഫംഗ്ഷന് പറ്റിയിട്ടില്ല. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇവിടെ സംസാരിക്കണ്ട. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം അവസാനിച്ചു. അമ്മയും അച്ഛനും കൂടെ തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാണുന്ന പസിൽ പോലെയുള്ള ഇതിൽ വെല്ലച്ചനുള്ള വിഷസ് എഴുതിടാൻ വേണ്ടിയിട്ട് അവസാനം ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് നമ്മളൊരു ഫ്രെയിം ആക്കും. അപ്പോൾ അതിൽ അമ്മേനെ കൊണ്ട് ഞാനൊരു വിഷൊക്കെ ഇടിപ്പിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത് കേട്ടോ. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല സദ്യയായിരുന്നു കേട്ടോ. നമ്മൾ ആളെ വിളിച്ച് ഉണ്ടാക്കിയ സദ്യയായിരുന്നു. അതുകൊണ്ട് ഗംഭീരമായിട്ട് സദ്യ കഴിച്ചു. എനിക്ക് ആ പായസവും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സദ്യയിൽ കുറച്ച് വിഭവങ്ങൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഓക്കെ പാക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കുക്ക് ചെയ്യണ്ടല്ലോ എന്നുള്ളത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ നമ്മുടെ ഒപ്പല്ലേ നിൽക്കുന്നത്, ലെറ്റ് അമ്മ തിങ്ക് അബൌട്ട് ഇറ്റ് അല്ലേ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ പടിഞ്ഞാറേക്കളം ഫാമിലിയിലുള്ള എല്ലാവരും വെല്ലച്ചന് വേണ്ടിയിട്ട് ഒരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിതേ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്കിനി പറിച്ചെടുത്തിട്ട് നമുക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് അമ്മയുടെ 2 സിസ്റ്റേഴ്സ്. എല്ലാവരും പോയതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ ഈ ഫോട്ടോസൊക്കെ അല്ലേ നല്ലൊരു മെമ്മറി ആയിട്ട് നിൽക്കുക അല്ലേ. അതാട്ടോ വേദത്തിലെന്റെയും വേദയുടെയും ഒക്കെ പിക്ചർ വരച്ചിട്ടുണ്ട് അല്ലേ. ഭയങ്കര കളർഫുൾ സ്കേർട്ടാണ്. കാണിച്ചു തരുമോ? കണ്ടോ വേദ വരച്ചത്, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് വരും കേട്ടോ യൂട്യൂബിൽ. ഇഷ്ടമാണോ വേദയ്ക്ക് യൂട്യൂബിൽ? ഇഷ്ടമാണോ? എന്നൊരു ഹായ് പറയും എല്ലാവരുടെ അടുത്തും. വേദക്കുട്ടി തന്ന ആ ഒരു ചെറിയ ഗിഫ്റ്റ് എനിക്ക് വളരെ വാല്യുബിൾ ആണ് കേട്ടോ. ഞാനത് എന്നും സൂക്ഷിച്ചെടുത്ത് വെക്കും. തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ചെറിയൊരു വിഷ് വെല്ലച്ചന് ദേ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. നമുക്ക് അവസാനം ഇതെല്ലാം കൂടെ ഫ്രെയിം ചെയ്ത് അടിപൊളിയാക്കിയിട്ട് വെക്കാം. ഇടയ്ക്ക് ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം എന്തൊരു ഡെഡിക്കേഷൻ ആവശ്യമുള്ള ഒരു പ്രൊഫഷനല്ലേ. എത്ര തിരക്കാണെങ്കിലും എല്ലാവരെയും മാനേജ് ചെയ്ത് ഭയങ്കര അടിപൊളിയായി ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ എന്നെ ഇത്തവണയും ശരത്ത് ഒട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ട എല്ലാ രീതിയിലും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് പുള്ളി പെൻഡ്രൈവിൽ കാര്യങ്ങളാക്കി എനിക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി കൈ തന്നിട്ടുണ്ട്. നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോണേ. അതുകൊണ്ട് നല്ല ശബ്ദം ഉണ്ടായിരിക്കും. ആ ശബ്ദത്തിന് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് കേക്ക് ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും മുഖം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം അടിപൊളിയായിരുന്നു. കാരണം വെല്ലച്ചൻ ഹാപ്പി ആയിരുന്നു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ഇതൊരു ഇൻറ്റിമേറ്റ് ഫംഗ്ഷനായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു
കേട്ടോ. നമ്മൾ എല്ലാവരും കൂടുന്നു, വെല്ലച്ചനെ പറ്റി സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ വെല്ലച്ചന് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരും അതിന് വരാൻ വേണ്ടിയിട്ടും ഒക്കെ. പക്ഷെ അത് ഭയങ്കര സക്സസ് ആയിരുന്നു. കാരണം വെല്ലച്ചൻ എല്ലാവരെയും ഫോണിൽ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളൊരു റീസൺ കൊണ്ട് തന്നെയാണ് തോന്നുന്നു എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഭയങ്കര വിളിച്ച അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വെല്ലച്ചൻ്റെ ക്ലാസ്മേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, വെല്ലച്ചൻ്റെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പരിപാടി നടത്തിയാൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, വെല്ലച്ചൻ ഹാപ്പി ആവുക എന്നുള്ളത്. ആൻഡ് അത് 100% സക്സസ്ഫുൾ ആയിരുന്നു. എന്തെങ്കിലും അപർണയ്ക്ക് പറയാനുണ്ടോ? ഇല്ല, നല്ലൊരു പരിപാടിയായിരുന്നു. ഈ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ ഞാൻ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഒരു ചെറിയ ഒരു ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്ത ഒരു ഇവൻ്റാണ് ഇത്. എനിക്കത് മിസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എനിക്കെൻ്റെ വേറെ എല്ലാ ഇമോഷനേക്കാളും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് എന്നുള്ളത്. അമ്മയും അച്ഛനും സ്കൂളിൽ പോകുന്ന സമയം, അതായത് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയിരുന്നല്ലോ, എന്നെ ഫുൾ നോക്കിയത് അമ്മമ്മയും വെല്ലച്ചനുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അമ്മമ്മ വെല്ലച്ചെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അമ്മയും അച്ഛനും മുട്ടും കുറവല്ല അവർ. അപ്പോൾ എന്തായാലും വി ആർ വെരി ഹാപ്പി. വെല്ലച്ചനും ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു സന്തോഷത്തോടു കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.